ഇവിടെ പ്ലസ് ടു ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ചാർജസ് എന്താണ്, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ലോ, ദാറ്റ് ഈസ് കൂളംസ് ലോ ആണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഈ വർഷം പഠിക്കുന്നതിൽ എന്താ പറയുന്നത് വെച്ചാൽ ചാർജസിനെ പറ്റിയിട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. ചാർജസ് റെസ്റ്റിലായിരിക്കണം എന്താണ് എന്നുള്ള സ്റ്റഡീസ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. സോ ചാർജസ് റെസ്റ്റിലിരിക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ചാർജസ് എന്ന് പറയുമ്പോൾ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജസിനെ പറയുന്ന പേര് എന്താണ്? പോസിറ്റീവ് ചാർജസിനെ പറയുന്നതാണ് പ്രോട്ടോൺ അല്ലെ. അപ്പൊ നെഗറ്റീവ് ചാർജസിനെ പറയുന്നതാണ് ഇലക്ട്രോൺ. സോ അപ്പം ഈ 2 ചാർജസിനെ നമ്മൾ എയറിൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടെ വരുന്നതെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. സോ ഒരു പ്രോട്ടോണിനെ ഒരു ഇലക്ട്രോണിനെ ഞാൻ എയറിൽ വെച്ചേക്കാം. അങ്ങനെ പറ്റില്ല, എന്നാലും നമുക്ക് ഇമാജിൻ ചെയ്യാം കൂടുതലായിട്ട് പഠിക്കാനായിട്ട്. സോ ഇങ്ങനെ വെച്ചേക്കുമ്പോഴേക്കും ഓബ്വിയസ്ലി ഇതിൽ തമ്മിൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ കാണും ഇല്ലേ. അപ്പൊ എന്താണ് ഇത് വരുന്നത്? ചാർജസ് ആണ്. സോ ഇത് ഒന്നുകിൽ അട്രാക്ട് ചെയ്യും, റിപ്പൽ ചെയ്യും. എന്താണ് വരുന്നത് നമുക്ക് പ്രോട്ടോൺസ് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? പോസിറ്റീവ് ആണ് അല്ലെ. ഇലക്ട്രോൺ വെച്ചാൽ എന്താണ്? നെഗറ്റീവ് ആണ്. സോ നമുക്കറിയാം അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്? ഒരു ഫോഴ്സ് അല്ലേ വരുന്നത്. അവിടെ വരുന്ന ഫോഴ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഫോഴ്സ്? എന്ത് ഫോഴ്സ് ആണ്? ഇവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് വരുന്നത് ഇല്ലേ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. ബിക്കോസ് നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഗ്രാവിറ്റിയുടെ എഫക്ട് കാരണം അവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ അതിന്റെ ഫോർമുല എന്തായിരുന്നു? G(m1m2) by r². m1 m2 എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ മാസ് ആണ് വരുന്നത്. ആൻഡ് ഓൾസോ r എന്ന് വെച്ചാൽ ഇവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ഇലക്ട്രോൺ എന്താണ്? മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ഇലക്ട്രോണും ഭയങ്കര ചെറുതാണ്. സോ നമ്മൾ ഭയങ്കര ചെറുതായിട്ടുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് എന്താണ്? നമുക്ക് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഭയങ്കര ചെറുതായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ സുഹൃത്തും ഇതിലെ ചാർജസിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാനില്ല. കാരണം എന്താണ്? ഇതിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ മാസും ഇലക്ട്രോണിന്റെ മാസും ചെറുതായതുകൊണ്ട് അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഭയങ്കര ചെറിയൊരു ഫോഴ്സ് ആണ് കിട്ടുന്നത്. സോ നമുക്ക് ആ ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ വേറെ എന്തോ ആണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ല. അപ്പൊ പിന്നെ വേറെ എന്താണ്? നമ്മുടെ ഈ ചാർജസ് എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ചാർജസ് ഇവിടെ വെച്ചേക്കുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു ചാർജ് ആണ്, ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവിടെ എന്താണ്? ഇപ്പൊ ഈ പെന്നിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എന്നാണ്? ബ്ലാക്ക് ആണ് ഇല്ലേ. അപ്പൊ അത് അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ബ്ലാക്ക് കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്താണ്? ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ ചാർജ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്? എന്താണ്? പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ചാർജ് ആണ്. അപ്പൊ നമ്മളുടെ ഇനി എന്താണ് നമ്മളുടെ എടുക്കാൻ പോകുന്നത് വെച്ചാല് ഫോഴ്സ് എന്ന് വെച്ചാല് Q1 Q2 by r². എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലെ ചാർജസ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. മാസ് കൺസിഡർ ചെയ്താൽ ഫോഴ്സ് ഭയങ്കര കുറവായിരിക്കും. പക്ഷെ നമ്മളുടെ ചാർജസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ഇവരുടെ ചാർജസ് വെച്ച് ഭയങ്കര വലുതാണ്. സോ അവരുടെ ചാർജസ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ഫോഴ്സ് അത്രയ്ക്കും വലുതാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ക്ലാസ്സസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ചാർജസിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ആണെന്ന് എല്ലാവർക്കും ഇല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്താണ്? ചാർജ് ആണ് ഇവിടെ മെയിൻ പ്രോപ്പർട്ടി. സോ അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നതും കൂടുതലായിട്ട് ഫ്രണ്ടിലോട്ട് എല്ലാം പോകുന്നതെല്ലാം ചാർജസിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇവിടെ പറഞ്ഞു ചാർജ് എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് മാറ്റർ. അപ്പൊ എന്താണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്? സോ ചാർജ് എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി ആണ് മാറ്ററിന്റെ.
ആ ചാർജ് കാരണമാണ് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവിടെ വരുന്നത് അല്ലെ. ചാർജ് ദ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ വിച്ച് ഗിവ് റൈസ് ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമുക്കപ്പോൾ ഇവിടെ ഇതിന്റെ സിംബൽ യൂണിറ്റ് ഡയമെൻഷൻ എന്തൊക്കെയാണ് നോക്കും. ഇതിന്റെ സിംബൽ എന്താണ്? സിംബൽ എന്ന് വെച്ചാല് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ വച്ചിട്ടാണ് നമ്മളിവിടെ ചാർജിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ യൂണിറ്റ് എന്താണ് നമുക്ക് നോക്കാം. യൂണിറ്റ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് നമ്മൾക്കറിയാം കൂളംബ് ആണെന്ന് അറിയാം. ഓക്കെ, കൂളംബ്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മളൊരു യൂണിറ്റ് എഴുതുന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനെ എഴുതുന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതിനെ നമ്മള് ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ ഡിനോട്ട് ചെയ്യുക. അത് ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ഈ ഡയമെൻഷൻ എന്താണ്? I is equal to Q by 2. നമുക്ക് ചാർജ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ചാർജ് എന്ന് വെച്ചാൽ Q is equal to I2. I യുടെ ഡയമെൻഷൻ എന്താണ്? ആംപിയർ. ആൻഡ് T യുടെ ഡയമെൻഷൻ എന്താണ്? T തന്നെയാണ്. ടൈമിന്റെ ഡയമെൻഷൻ T. സോ 80 ആണ് അതിന്റെ ഡയമെൻഷൻ. പിന്നീട് ടൈപ്സ് ഓഫ് ചാർജ് നോക്കാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ് ടൈപ്സ് എന്തൊക്കെയാണ് ചാർജസിന്റെ. ഫസ്റ്റ് എന്ന് വെച്ചാല് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ എന്താണ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇനി അതിനകത്ത് ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസും നമ്മളിപ്പോ ഫ്രീ ആയിട്ട് എയർ സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പൊ ഞാൻ ആദ്യം രണ്ടും സെയിം ചാർജസ് എടുക്കണം. സെയിം ചാർജസ് അല്ലേ? അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? സെയിം ചാർജസ് ആവോ അവരെ അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? സെയിം ചാർജസ്, ഒരേ സ്വഭാവമുള്ളവരെ. ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ അടിയൊക്കെ ഉണ്ടാവില്ലേ? എപ്പോഴും എല്ലാ കാര്യത്തിലും അടി ഉണ്ടാവാറ്. അപ്പൊ അത് എപ്പോഴും ചേരുന്നില്ല. റിപ്പൽഷനാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? ഫസ്റ്റ് കേസ്. അതുപോലെ നമ്മുടെ പോസിറ്റീവ് ചാർജ് ആണ് എടുക്കുക. അതുപോലെ നെഗറ്റീവ് ചാർജ് എടുക്കാം. നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഒരേ സ്വഭാവക്കാരല്ലേ? അപ്പൊ അവരും എന്താണ് റിപ്പൽ ഇല്ലേ? അപ്പൊ അവരെ എന്താണ് റിപ്പൽഷനാണ് അവിടെയും സംഭവം. ഇനി അടുത്തത് മൂന്നാമതായിട്ട് നമ്മള് അൺലൈക്ക് ചാർജ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ആണ് നമ്മൾ നോക്കുക. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ് നോക്കുക. ഓക്കെ, ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരാള് മറ്റാളിനെ പോസിറ്റീവ് നെഗറ്റീവിനെ ചെയ്യുന്നത് ഈ നെഗറ്റീവ് ചാർജിലെ പോസിറ്റീവിനെ ഇവന്റെ അടുത്തോട്ട് നിർത്തും അല്ലെ, അട്രാക്ട് ചെയ്യും. അതുപോലെ ഈ പോസിറ്റീവ് ചാർജിലെ നെഗറ്റീവിനെ ഈ സൈഡിലേക്ക് അട്രാക്ട് ചെയ്യും. അവർ എന്ത് സംഭവിച്ചു? അട്രാക്ഷൻ സംഭവിച്ചു അല്ലെ? നമ്മളിപ്പോ ഈ മൂന്ന് കേസസ് നമ്മളിവിടെ പറഞ്ഞു. എന്തൊക്കെയാണ്? രണ്ട് കേസസിൽ എന്താണ് ഒരേപോലത്തെ ചാർജസ് ലൈക്ക് ചാർജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അൺലൈക്ക് ചാർജസ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് കൺക്ലൂഡ് ചെയ്യാം? ലൈക്ക് ചാർജസ് എന്ത് ചെയ്തു? റിപ്പൽ ചെയ്തു. ആൻഡ് ഓൾസോ അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു ഇല്ലേ? സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Like charges repel and unlike charges attract എന്ന് നമുക്ക് ഇല്ലേ? സോ നമുക്ക് പ്രോപ്പർട്ടി ഓഫ് ചാർജസ് നോക്കാം. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്താണ്? ചാർജസ് അഡിക്റ്റീവ് ആണ്. ഈ അഡിക്റ്റീവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം. ഇപ്പൊ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഞാൻ എടുക്കാം. ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്, അത് ആലോചിക്കണം.
അത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഞാനൊരു 3 ചാർജസ് കൊണ്ടുവന്ന് ഞാൻ പ്ലേസ് ചെയ്യണം. ഒന്ന് 3 മൈക്രോകൂളും, 2 മൈക്രോകൂളും ആൻഡ് 1 is -2 മൈക്രോകൂളും. അപ്പൊ ചാർജസ് അഡിറ്റീവ് ആണെന്ന് പറയുന്നത് അവിടെ ഈ സിസ്റ്റത്തിൽ വരുന്ന നെറ്റ് ചാർജ് എന്തായിരിക്കും? അവര് ക്യൂ നെറ്റ് എന്ന് പറയുന്നത്. ഈ ക്യൂ നെറ്റ് എന്ന് പറയുന്നത് ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എല്ലാം കൂടെ ആഡ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ എന്താണ് 3 മൈക്രോകൂളും പ്ലസ് 2 മൈക്രോകൂളും -2 മൈക്രോകൂളും. അവിടെ എങ്ങനെയാണോ അതിന്റെ സൈൻ വെച്ചിട്ട് തന്നെ ഇവിടെ നമ്മൾ കൊടുക്കണം. അപ്പൊ എന്താണ് 3 + 2 5, 5 - 2 എന്നാണ് 3 മൈക്രോകൂളും തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ചാർജസ് അഡിറ്റീവ് ആണെന്ന് വെച്ചാൽ അവരുടെ അവരുടെ സൈൻ വെച്ചിട്ട് തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ ടോട്ടൽ നെറ്റ് ചാർജ് ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ചാർജസ് ക്വാണ്ടൈസ്ഡ്. ഈ ക്വാണ്ടൈസിന്റെ മീനിങ് എന്താണ്? നിങ്ങൾ 11th സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങളിപ്പോ ഒരു പോത്തീസിൽ പോകണം. പോത്തീസിൽ പോയിട്ട് ലിഫ്റ്റിൽ കയറണം. എനിക്ക് 1.5 ഫ്ലോറിൽ പോകണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. നമ്മൾ കയറിയിട്ട് പറയും ചേട്ടാ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ 4th ഫ്ലോറിൽ പോകണം എന്നല്ലേ പറയും. അപ്പൊ എന്താണ് അവിടെ ഈ പകുതിയുള്ള വാല്യൂസ് വരും. 1.5, 2, 2.5, അര ഫ്ലോർ എന്നൊക്കെ വരുമോ? ഇല്ല, ഒരിക്കലും. അപ്പൊ അവിടെ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് നമ്മൾ പറയും അല്ലെ? ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഈ ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ 0 കഴിഞ്ഞാൽ അടുത്തത് 1 ആണ്, അത് കഴിഞ്ഞ് 2, 3 അങ്ങനെ കണ്ടിന്യൂസ്. അല്ലാതെ 1.5, 2.5 അങ്ങനെ ഒരു വാല്യൂസിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ചാർജസ് അങ്ങനെ തന്നെയാണ്. അര ചാർജ്, 1.5 ചാർജ്, 2.5 ചാർജ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. മനസ്സിലായോ? അത് നമ്മൾ എപ്പോഴും പറയുന്നതിനും 1E, 2E, 3E എന്നിവ വരും. അത് നല്ല പോസിറ്റീവ് ചാർജ് അല്ലെ? പിന്നെ പറഞ്ഞതാണ് നെഗറ്റീവ് ചാർജസ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ -1E, -2E, -3E അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ? സോ നമുക്ക് ഇതിനെ ഒരു ജനറലൈസ്ഡ് ഫോർമാറ്റ് ചെയ്യുന്നത് ചാർജസ് വെച്ചാൽ എന്താന്ന് പറയാം? Q is equal to Q എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത് അല്ലെ? Q is equal to N into P. N എന്ന് വെച്ചാൽ എന്താണ്? എത്ര നമ്പറാണ്? N is 1, 2, 3 എത്ര വേണോ. ഓൾസോ E എന്ന് വെച്ചാൽ എന്താണ്? ചാർജിന്റെ വാല്യൂ അല്ലെ? എന്താണ് വാല്യൂ? 1.6 into 10⁻⁻90 കൂളുമാണ് അല്ലേ? സോ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ ചാർജസ് എപ്പോഴും ക്വാണ്ടൈസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ വാല്യൂസ് മാത്രമേ വരുള്ളൂ അല്ലെ? 0, 1, 2, 3 അങ്ങനെയുള്ള വാല്യൂസേ വരുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചാർജസ് വരുന്നത് 1E, 2E, 3E അങ്ങനെ. അതുപോലെ തന്നെ നെഗറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ അതിനെ കൊണ്ടുവന്നാണ് ജനറലൈസ്ഡ് ഫോർമാറ്റ്. Q is equal to NE. അവിടെ N എന്ന് വെച്ചാൽ 1, 2, 3 and also E എന്ന് വെച്ചാൽ 1.6 into 10⁻⁻90. ഓക്കെ ആണല്ലോ? സോ ഇപ്പൊ നമ്മൾ 2 പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ഇനി അടുത്ത 3ാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ചാർജസ് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. ഈ കൺസർവ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെറിയ ക്ലാസ് തൊട്ടെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ്, കൺസർവേഷൻ ഓഫ് മൊമെന്റ്, കൺസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അപ്പൊ ഇവിടെ ചാർജസ് വരുന്നത് കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് ചാർജസ് വെച്ചാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം. നേരത്തെ പറഞ്ഞത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. അവിടെ 3 ചാർജസ് ഞാൻ കൺസിഡർ ചെയ്തു. 5 മൈക്രോകൂളും, 3 മൈക്രോകൂളും ആൻഡ് -1 മൈക്രോകൂളും. ഓക്കെ ആണല്ലോ? നമുക്കിവിടെ 3 ചാർജസ്. ഇവിടെ കൺസർവേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെയുള്ള ഈ 3 ചാർജസ് പുറത്തേക്ക് പോകുന്നുമില്ല, പുറത്തുനിന്നുള്ള ചാർജസ് അകത്തേക്ക് കയറുന്നില്ല. കാരണം എന്താണ്? ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം.
പുറത്തേക്കുള്ളവരെ നമ്മൾ അകത്തേക്കും കയറ്റുന്നില്ല, അകത്തുള്ളവരെ പുറത്തേക്കും കയറ്റുന്നില്ല. അപ്പൊ എന്താണ് ഈ ചാർജസ്? പക്ഷെ എന്താണ് ഇവിടെ ഇരിക്കുന്ന ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ളവരെ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആയിട്ടുള്ളവരെ നെഗറ്റീവ് ആവും. അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കും. അത് ഈ സിസ്റ്റത്തിനുള്ളിൽ മാത്രമാണ് അവിടെ കഴിയും. അതിനെയാണ് പറയുന്നത് കൺസർവേഷൻ. മനസ്സിലായല്ലോ അല്ലെ? സോ നമ്മൾ ഇത്രയും നേരം ഈ കുറെ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചല്ലോ. ബോർ അടിക്കുന്നുണ്ടാവുന്നല്ലേ? നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാമല്ലോ. പ്രോബ്ലം ആവരുത്. നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കുന്നത്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദേർ ഇൻ വൺ ഗ്രൂപ്പ് ഓഫ് നെഗറ്റീവ് ചാർജ്? എന്താണ് എത്ര ഇലക്ട്രോൺസ് അല്ലെ? എത്ര ഇലക്ട്രോൺസ് വെച്ചാൽ എന്താണ് പറയുന്നത്? അവരുടെ നമ്പർ അല്ലെ? നമ്പർ ആണ് നമ്മൾ ചോദിച്ചു ചെയ്യുന്നത്. ഇൻ വൺ ഗ്രൂപ്പ് ഓഫ് നെഗറ്റീവ് ചാർജ് എത്ര നമ്പർ ആണ് തരുന്നത്? അത് നമ്മൾ ഇപ്പോൾ എന്താണ് ഈക്വേഷൻ പഠിച്ചു. എന്താണ് നോക്കുന്നത്? എന്താ ഒന്ന് ആലോചിച്ചു. Q is equal to N ഇതാണ് നമ്മൾ പറഞ്ഞു അല്ലെ? ക്വാണ്ടിസേഷൻ ഓഫ് സോഴ്സ് നമ്മൾ പറഞ്ഞു. Q എന്താണ്? എത്രയാണ്? വൺ കൂളം അല്ലെ? വൺ കൂളമാണ്. നമ്പർ അറിയോ? നമ്പർ അല്ലേടാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്പർ ആണ് എഴുതണം. ഇലക്ട്രോണിന്റെ വാല്യൂ എന്താണ്? 1.6 into 10 power minus 92 അല്ലേ? സോ നമുക്കില്ല n എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 coulomb by 1.6 into 10 power minus 90. ഓക്കെ ആണോ? സോ ഒരിക്കലും നമ്പർ വരുമ്പോഴേക്ക് നമുക്ക് ഒരിക്കലും അതിന്റെ യൂണിറ്റ് ആണ് അല്ലെ? ഇതിന്റെ ബാലൻസ് 10⁻⁸ ഇലക്ട്രോൺസ് ആണ്. സോ നമ്പർ എന്ന് വെച്ചാൽ 6.25 into 10 power 18 ഇലക്ട്രോൺസ് ആണ് എന്താണ് 1 coulomb of നെഗറ്റീവ് ചാർജിൽ അടങ്ങിയിട്ടുള്ളത്. സോ ഇനി നമ്മൾ നോക്കാം Coulomb's law അനുസരിച്ചാണ്. Coulomb's law എന്താണ്? Forces between two charges directly proportional to the product of magnitude of charges. എന്താണ്? നമ്മളിവിടെ രണ്ട് ചാർജസ് വെച്ച് ഓക്കെ ആണല്ലോ. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആണല്ലോ. അപ്പൊ അതിന്റെ ചാർജസ് ഞാൻ Q1 and Q2 എടുക്കാം. ഓക്കെ, ഫോഴ്സ് എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ to the product of magnitude of charge. മാഗ്നിറ്റ്യൂഡ് എന്താണ്? Q1 and Q2 ഇല്ലേ? ഫസ്റ്റ് ചാർജിന്റെ Q1, അടുത്ത ചാർജിന്റെ Q2 ആണ്. അതിന്റെ പ്രോഡക്റ്റ് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്നാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഈ 1ഉം 2ഉം കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. എന്താണ്? F is proportional to Q1 Q2 by R2. ഓക്കെ ആണല്ലോ. ഇത് പ്രൊപ്പോർഷണാലിറ്റി വെച്ചിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഫോർമുലേറ്റ് ഈ ഇക്വേഷൻ. ഇനി എന്താണ് ഈക്വൽ ടു വരുന്നത്? എന്ത് വരുന്നത്? ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. ഇതിനെ ഈക്വൽ ടു ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വരും. അതാണ് K. Q1 Q2 by R². ഇവിടെ Q1 എന്താണ്? ചാർജ്, ഫസ്റ്റ് ചാർജ്. Q2 എന്ന് വെച്ചാൽ സെക്കൻഡ് ചാർജ്. ആൻഡ് ഓൾസോ R എന്ന് വെച്ചാൽ എന്താണ്? ഈ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. എന്താണ് F എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. K എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. K എന്താണ് അതിന്റെ പേരിലുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നമ്മൾ ഇത്ര നേരം Coulomb's law നോക്കേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് ചാർജസ് ഇല്ലേ? പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, the direction of force is along the line joining two charges. ഇല്ലേ, രണ്ട് ചാർജസ് ഉണ്ട്. ഇതിൽ ജോയിൻ ചെയ്യുന്നതാണ് ഫോഴ്സ് എപ്പോഴും ഡയറക്റ്റ് ചെയ്യുക. ഇതിന്റെ കൂടുതലായിട്ടുള്ള ഇതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞു. രണ്ട് അൺലൈക്ക് ചാർജസ് ആയിരിക്കുന്നെങ്കിൽ എങ്ങനെയാണ്? രണ്ടുപേരും ഓപ്പോസിറ്റ് സ്വഭാവമുള്ളവരായിരിക്കും. എങ്ങനെയാണ്? റിപ്പൽ ആണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ അപ്പൊ ഇവരുടെ ഫോഴ്സും എങ്ങോട്ട് തന്നെയായിരിക്കും? ഈ രണ്ട് ചാർജസ് ഉണ്ടല്ലോ, ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ലൈൻ
തന്നെ പുറത്തേക്കാണ് ഇവൻ ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും പോകും. ഓക്കെ, റിപ്പൽ ചെയ്യുന്നത്. ഇവിടെ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ, ഇവിടെ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. ഇതെന്താ വേറെ ഒന്നും അല്ല ഉദ്ദേശിച്ചിരുന്നത്. ഇവരുടെ ഈ ലൈൻ ഓഫ് ഫോഴ്സിലേക്ക് തന്നെയാണ് ഈ എന്താണ് റിപ്പൾഷനും അട്രാക്ഷനും എന്തായാലും നടക്കുന്നത്. പിന്നെ നമ്മൾ എന്താ കാര്യം, ഫോഴ്സ് എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? ഫോഴ്സ് അട്രാക്റ്റീവും ഉണ്ട്, റിപ്പൾഷനും ഉണ്ട് ഇല്ലേ? സോ നമ്മളിവിടെ കുളംസ് ലോ പറഞ്ഞിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞാലും Q1 Q2 by R². Q1 Q2 എന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. ആർമേച്ചറിലാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് ടു ചാർജസ്. പിന്നെ K എന്ന് പറഞ്ഞിട്ട് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് K? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് എന്താണെന്ന് വെച്ചാല് ഈ ഏതൊരു മീഡിയം ആണോ ഞാൻ കൺസിഡർ ചെയ്തിട്ട് വെള്ളമായ ആ മീഡിയത്തിനുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. എയർ ആണെങ്കിൽ ആ എയറിലുള്ള വാല്യൂ ആണ് ഈ കോൺസ്റ്റന്റിന്. മീഡിയം മാറുന്നതിനനുസരിച്ച് കെയുടെ വാല്യൂ മാറും. അത്രയും. സോ നമുക്ക് ഇവിടെ കെയുടെ വാല്യൂ വെച്ചാല് കെക്ക് ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന വാല്യൂ ആണ് 1/4πε0. ഓക്കെ, സോ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഓക്കെ, സോ ഈ എപ്സിലോൺ നമ്മുടെ വെച്ചാണ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ആവാം, വാക്യൂം ആവാം, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആവാം. അപ്പൊ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, അത് വെച്ചാൽ ഇപ്പൊ വെള്ളം ആവാം, അല്ലെങ്കിൽ കെറസിനാവാം. അവിടെയൊക്കെ വരുമ്പോൾ നമ്മള് എപ്സിലോൺ ഉള്ളത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലായിട്ട് നമ്മൾ ഫ്രീ സ്പേസോ എയറോ വാക്യൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എപ്സിലോൺ യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എയർ അല്ലെങ്കിൽ വാക്യൂം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ എടുക്കുമ്പോഴേക്കും അവിടുത്തെ വാല്യൂ എന്തായിരിക്കും? എപ്സിലോൺ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് 8.85 into 10⁻⁻12 ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ എപ്സിലോൺ സീറോയുടെ യൂണിറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് പക്കൂട്ട അല്ലെ? ഇപ്പൊ ഞാൻ അതിനകത്ത് ഡിറൈവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാന് ഫോഴ്സിന് 1/k ഉണ്ട്. സോ ഞാൻ കെനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4πε0 Q1 Q2 by R². അല്ലെ? ഈ 1/4πε0 എന്ന് വെച്ചാൽ എന്തായിരുന്നു? K അല്ലേ? അപ്പൊ ഇനി ഞാൻ ഇക്വേഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? R² ഇപ്പൊ പ്രശ്നത്തേക്ക് പോകും ബൈ Q1 Q2. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യും. ഓക്കെ, ഫോഴ്സ് എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്നതാണ് നോക്കി. എന്താണ്? F is equal to എന്താണ്? mk അല്ലേ? സോ അതിന്റെ ഡയമെൻഷൻ നമ്മൾ എഴുതുന്നു NLT⁻². ഓക്കെ, R² ഡയമെൻഷൻ എന്താണ്? L² ഇല്ലേ? Q² വരുന്ന എന്താണ്? AT ആണ് Q. ഇവിടെ Q² കാരണം Q1 Q2. ഓക്കെ, രണ്ട് ചാർജസ് ആണെങ്കിൽ അവര് ചാർജസ് ആണെങ്കിലും ഫസ്റ്റ് ചാർജും സെക്കൻഡ് ചാർജ് ആണെങ്കിലും ചാർജസ് ആയതുകൊണ്ട് നമ്മള് അതിന്റെ ഡയമെൻഷൻ AT ആണ്. ഒരു ചാർജിന്റെ രണ്ട് ചാർജസ് ഉള്ളതുകൊണ്ട് A² T² എന്ന് പറഞ്ഞ് എഴുതി അല്ലെ? സോ നമ്മൾ എന്താ നോക്കുന്നായിരിക്കും? M into L into L². എത്രയാണ്? L³ into A⁻². ഈ താഴെ കയറുന്നതിന് നമ്മൾ എന്താവും? A⁻² into T². മുകളിൽ എന്താവും? T⁻² into T⁻². ഓക്കെ, T⁻⁻4 എന്നാണ് നമുക്ക് എന്താണ് ഡയമെൻഷൻ പറഞ്ഞാൽ. ആദ്യ ഡയമെൻഷൻ ആണ്, എയുടെ ഡയമെൻഷൻ ആണ് L³ A⁻² into T⁻². ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇത്രയും നേരം നമ്മൾ എന്താ പറയുന്നത്? എഴുതിയത് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമുക്ക് ഇതൊരു ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ ഫോം ചെയ്തു. എന്തായിരുന്നു? കേക്ക് ഇക്വേഷൻ എന്താണ്? R² by Q1 Q2 എന്നാണ് ഇല്ലേ? അത് നമ്മൾക്ക് ഇവിടെ യൂണിറ്റ് ഫോഴ്സിന് എന്തായിരുന്നു യൂണിറ്റ്? ന്യൂട്ടൺ അല്ലേ? പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. ആറല്ലോ മീറ്റേഴ്സ് അല്ലെ? ചാർജിന് എന്താണെന്ന് ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്റെ യൂണിറ്റ് കൂളുംബാണ്
ഇല്ലേ? രണ്ട് ചാർജസ് ഉള്ളതുകൊണ്ട് കൂളംസ് ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് കെയുടെ യൂണിറ്റ് കിട്ടിയത് എന്താണ്? ഇത് യൂണിറ്റ് ആണ്. യൂണിറ്റ് ഓഫ് കെ എന്ന് വെച്ചിട്ടുള്ളത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം സ്ക്വയർ. അതാണ് കെയുടെ യൂണിറ്റ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ ഈ എപ്സിലോൺ സീറോന് കൂളം സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എങ്ങനെ പറഞ്ഞു നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പൊ കെ എന്ന് വെച്ചാല് എന്താ 1/4 എപ്സിലോൺ നോട്ടാണ് എനിക്കറിയാം ഇല്ലേ? ഇനി എപ്സിലോൺ നോട്ടിന്റെ യൂണിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ്? 1/4 into k. 1/4 ഒരു കോൺസ്റ്റന്റ് അല്ലേ? കെയുടെ യൂണിറ്റ് എന്തായിരുന്നു? ഒന്നാലോചിച്ചോക്കെ. ഇപ്പൊ നമ്മളിവിടെ കണ്ടുവച്ചത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം സ്ക്വയർ അല്ലെ? അത് ഇവിടെ വരുമ്പോ എങ്ങനെ വരൂടാ? ഇത് മുഴുവൻ ഇല്ലേ? കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ആ യൂണിറ്റ് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത് എപ്സിലോൺ നോട്ടിന്. അപ്പൊ മനസ്സിലായല്ലോ, കെയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം സ്ക്വയർ ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആണ് എപ്സിലോൺ നോട്ടിന്റെ യൂണിറ്റ്. സോ നമുക്ക് ഇവിടെ കൂളംസ് ലോ ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തു. Okay. So what is the force between two small charged sphere having charges of 2 into 10⁻⁷ and 3 into 10⁻⁷? ഇതാണ് നമ്മുടെ രണ്ട് ചാർജസ്. ഏതൊക്കെയാണ്? ഒന്ന് Q1, ഒന്ന് Q2. ഓക്കെ ആണല്ലോ? പ്ലേസ്ഡ് അറ്റ് 30 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് എന്താണ് ഡിസ്റ്റൻസ് മനസ്സിലായി. അപ്പാർട്ട് കെ. ഓക്കെ. രണ്ട് ചാർജസ് ഉണ്ട്. എന്തൊക്കെയാണ്? Q1 ഉണ്ട്, Q2 ഉണ്ട്. രണ്ട് ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ്. അവര് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 30 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ വരുന്ന എന്താണ്? രണ്ട് ചാർജസ് ഉണ്ട്, അത് അവരെ ഒരു ഡിസ്റ്റൻസിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ലോ നമുക്ക് യൂസ് ചെയ്യാം? കൂളംസ് ലോ. കൂളംസ് ലോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? കൂളംസ് ലോ. കൂളംസ് ലോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? F is equal to K Q1 Q2 by R square. ഇത്രേ നമ്മള് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കാര്യമായിട്ടൊന്ന് നിരീക്ഷിച്ചു നോക്കിയാല് നമുക്കറിയാം അപ്പാർട്ട് എയർ. ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു? എയർ എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് അല്ലെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മളെ എപ്സിലോൺ നോട്ടാണ് എടുക്കുന്നത്. അപ്പോ കെയുടെ വാല്യൂ എന്താണെന്ന് എത്തിച്ചു നേരത്തെ പറഞ്ഞു? 1/4 എപ്സിലോൺ നോട്ട്. ഇവിടെ എപ്സിലോൺ നോട്ടാണോ എപ്സിലോൺ ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുന്നു പറഞ്ഞു? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോ നമുക്ക് കെറസിനോ വേറെ ഏതെങ്കിലും മീഡിയം ഒക്കെ ആവുകയാണെങ്കിൽ എപ്സിലോൺ എന്ന് എഴുതാൻ. പിന്നെ എയർ എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ എപ്സിലോൺ നോട്ട് എഴുതുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? സോ ബാക്കി Q1 Q2 by R square എന്ന്. ഓക്കെ അല്ലെ? ഇനി 1/4 എപ്സിലോൺ സീറോയുടെ വാല്യൂ കെ അല്ലേ? അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1/4 എപ്സിലോൺ നോട്ട് എന്ന് വെച്ചാൽ കെയുടെ വാല്യൂ എന്തായിരുന്നു? 9 into 10⁻⁹ അല്ലെ? ഇനി Q1 Q2 എന്തായിരുന്നു? Q1ന്റെ വാല്യൂ ഉണ്ട് 2 into 10⁻⁷ and Q2ന്റെ വാല്യൂ എന്തായിരുന്നു? 3 into 10⁻⁷. ഓക്കെ അല്ലേ? ഇനി R square. ആറിന്റെ വാല്യൂ എന്താണ്? 30 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് എന്തിലേക്ക് മാറ്റും? മീറ്ററിലേക്ക് മാറ്റും ഇല്ലേ? അപ്പൊ എന്താണ്? 0.3 ആണ്. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 30/100 അല്ലെ? അപ്പോഴാണ് മീറ്റർ നോക്കാം. അപ്പൊ R square എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്വയർ. ഓക്കെ ആണോ? അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ 6 into 10⁻⁻⁵ ന്യൂട്ടൺ. സോ അപ്പം 6 into 10⁻⁻⁵ ന്യൂട്ടൺ ആണ് നമുക്ക് ഫോഴ്സ് ന്യൂട്ടൺ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ചാർജസ് ഉണ്ടെന്ന് അവർ രണ്ടുപേരെന്താണ്? സെയിം ചാർജസ്, ലൈറ്റ് ചാർജസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനില് ചിലപ്പോൾ ചോദിക്കാം ഇവിടുത്തെ ഫോഴ്സിന്റെ നേച്ചർ എന്താണ്? നേച്ചർ എന്താണെന്ന് നമുക്ക് എഴുതാം. റിപ്പൾസീവ് ആണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്? രണ്ടുപേരും ഒരേ ചാർജസ് ആണ്, ലൈറ്റ് ചാർജസ് ആയതുകൊണ്ടാണ് റിപ്പൾസീവ് എന്ന്. ഓക്കെ. സോ ഇത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിച്ചത്? ചാർജ് പഠിച്ചു. ഇനി നമ്മള് ഒരു മാറ്റർ എടുക്കണം. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു? ചാർജ് ആണെന്ന് പറഞ്ഞു. പിന്നെ ചാർജസിന്റെ 3 പ്രോപ്പർട്ടീസ് പഠിച്ചു. എന്തൊക്കെയാണ്? അഡിറ്റീവ്,
ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്, മൂന്നാമത് ചാർജസ് കൺസേർവ് ആണെന്ന് നമ്മൾ കാണാം. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് അല്ലെ, കൂളംസ് ലോ. അവിടെ വരുന്ന ഇക്വേഷൻ ആണ് F=KQ1Q2/R². ആ കെയില് എന്താണെന്ന് വെച്ചാൽ ഓരോ മീഡിയത്തിനനുസരിച്ചിട്ട് കെയുടെ വാല്യൂ മാറും അല്ലെ. ഇപ്പം എയറിലാണെങ്കിൽ നമ്മള് എപ്സിലോൺ നോട്ടാണ് എടുക്കുന്നത്, വേറൊരു മീഡിയം ആണെങ്കിൽ നമ്മൾ എപ്സിലോൺ ആണ് എടുക്കുന്നത്. മീഡിയം ശ്രദ്ധിച്ചു വേണം നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം ആയാലും ചെയ്യുമ്പോഴേക്കും വാല്യൂസ് അക്കോർഡിംഗ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.